നമസ്കാരം പ്രിയമുള്ളവരെ, കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുൻഗണന നൽകുന്ന BPL അല്ലെങ്കിൽ AY റേഷൻ കാർഡുകൾ. ഇതിൽ തന്നെ BPL റേഷൻ കാർഡുകൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നുചേർന്നിട്ടുള്ളത്. 1 ലക്ഷത്തോളം BPL റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അർഹതയുള്ള AP വിഭാഗത്തിലെ നിലവിൽ നീല, വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന, എന്നാൽ അവർ BPL റേഷൻ കാർഡിന് അർഹതയുള്ളവരാണ് എങ്കിൽ അത് പരിശോധിച്ച് 1 ലക്ഷത്തോളം റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഈ സുവർണ അവസരം മലയാളികളെ പ്രയോജനപ്പെടുത്തുക. ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനി അധിക ദിവസമില്ല. നിലവിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ അനുസരിച്ച് ഒക്ടോബർ മാസം 20-ാം തീയതി വരെയാണ് ഈ ഒരു ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നത്. അക്ഷയ, കോമൺ സർവീസ് സെന്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങൾ വഴി ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കി തരുന്നത്. ഇനി ഇതിൽ മുൻഗണന ലഭിക്കുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്. അത് ചുരുക്കി ഒന്ന് പറയാം. അതായത് നമ്മളുടെ വീടുകളിൽ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ, ക്യാൻസർ രോഗികളുണ്ടാകും, അല്ലെങ്കിൽ ഹൃദ്രോഗം ബാധിച്ചവരുണ്ടാകും, അവയവ മാറ്റ ശസ്ത്രക്രിയക്കൊക്കെ വിധേയരായവരുണ്ടാകും. ഇനി നമ്മളുടെ വീടുകളിൽ മറ്റെന്തെങ്കിലുമൊക്കെ തളർച്ച ബാധിച്ച 100% വൈകല്യങ്ങളൊക്കെ ബാധിച്ചവര്, അതോടൊപ്പം തന്നെ ഓട്ടിസം ബാധിച്ചവര്, ഡയാലിസിസിന് വിധേയരാകുന്ന രോഗികൾ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം മുൻഗണന കൂടി നൽകുന്നുണ്ട്. അപ്പോൾ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ ഒരു മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതണം. ഇതോടൊപ്പം തന്നെ കുടുംബ വാർഷിക വരുമാനം തെളിയിക്കേണ്ടതുണ്ട്. 1 ലക്ഷം രൂപയിലൊക്കെ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് മുൻഗണനയൊക്കെ ലഭിക്കും. അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്നത് എടുത്തു വെച്ചിരിക്കണം. ഇനി ഇതുകൂടാതെ 2019 BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കണം. നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന BPL സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ BPL കാർഡിന് അർഹതയുണ്ട് എന്നുള്ള ഒരു സാക്ഷ്യപത്രം. അത് കൃത്യമായിട്ട് അപേക്ഷ വെച്ച് വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതുകൂടാതെ തന്നെ സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ അംഗങ്ങളായവർ, അതായത് ലൈഫ് മിഷൻ പദ്ധതിയോ PM ആവാസ് യോജന പോലുള്ള പദ്ധതിയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ മുൻഗണന ലഭിക്കും. അതോടൊപ്പം തന്നെ വിധവകള്, ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവര്, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മുൻഗണനയുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി പറയുകയാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ തെറ്റിച്ചാൽ നമുക്ക് BPL റേഷൻ കാർഡിന് അർഹതയില്ല. അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ റേഷൻ കാർഡിൽ ആർക്കും സർക്കാർ ജോലി ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ സർവീസ് പെൻഷൻ വാങ്ങുന്നവരാവാൻ പാടില്ല. ഇതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ എല്ലാവരുടെയും സ്ഥലത്തിന്റെ വിസ്തൃതി 1 ഏക്കറിന് മുകളിലാവാൻ പാടില്ല. ഇനി ST വിഭാഗങ്ങളാണെങ്കിൽ അവർക്ക് ഇളവുകളുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ റേഷൻ കാർഡിൽ ആർക്കും പ്രൊഫഷണൽ ജോലി ഉണ്ടാവാൻ പാടില്ല. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അഡ്വക്കേറ്റ്മാര്, CA അങ്ങനെയുള്ള വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരാവാൻ പാടില്ല. ഇനി നമ്മളുടെ റേഷൻ കാർഡിൽ ആരും വിദേശ ജോലി ഉള്ളവരാവാൻ പാടില്ല, അല്ലെങ്കിൽ പ്രതിമാസ വരുമാനം 25,000 അതിന് മുകളിലോ വാങ്ങുന്നവർ നമ്മളുടെ റേഷൻ കാർഡിൽ ഉണ്ടാവരുത്. വീടിന്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിൽ 4 ചക്ര വാഹനം ഉണ്ടാവാൻ പാടില്ല. ടാക്സി വാഹനമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 4 ചക്ര വാഹനങ്ങളുണ്ടെങ്കിൽ അതും അയോഗ്യതയായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് BPL റേഷൻ കാർഡിന് അപേക്ഷകൾ സമർപ്പിക്കാം. 1 ലക്ഷത്തോളം കാർഡുകളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ സർക്കാരിന്റെ പദ്ധതി അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.